ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ തീരുമാനിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും, കാരണം നമ്മളെ അത്ര വിലയുള്ള ഒരാളല്ല അവിടെ. അങ്ങനെ അജു ചേട്ടനുമായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ചേട്ടൻ ആദ്യമായി മനസ്സിലാക്കിയത് ഏത് സിനിമയിലായിരുന്നു? 1947 ഇറങ്ങിയ ജീവിത നൗക. ഈ തലദർശ മകൻ ആരാ അതിനകത്ത്? ഓ, ചേട്ടൻ തന്നെയാണല്ലോ. ഞാൻ വിചാരിച്ചു ഇപ്പൊ രഞ്ജു ചേട്ടൻ എങ്ങാനാണോ എന്ന്. അതാണ് കുഴപ്പം. അതാണ് തല തെറിച്ചതും തല തിരിഞ്ഞതും തമ്മിൽ വലിയ ദൂരമില്ല. തല തിരിഞ്ഞ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് എങ്ങനെയാണ് രഞ്ജു ചേട്ടൻ വന്നുപെട്ടത്? ഡയറക്ടർ വിളിച്ചു. ഞാനത് ചോദിക്കരുതായിരുന്നു. പടക്കുതിരയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോള് നിങ്ങളുടെ ആർക്കായിരുന്നു ചെയ്യേണ്ടി? ഞങ്ങൾക്ക് ആർക്കുമല്ല, പ്രൊഡ്യൂസർക്കായിരുന്നു. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. ചേട്ടാ കൊല്ലാതെ വിടാൻ പറ്റുമോ ചേട്ടാ? വീണയുടെ മുഖത്തെ ഈ ചിരി മാറ്റിയ വീണ ഈ ജോലി നിർത്തണോ വേണ്ടയോ? യെസ് ഓർ നോ കമന്റ്. അല്ല, കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു മുതിർന്ന ഒരാളെന്ന് തോന്നുന്നില്ലെങ്കിലും ആത്യന്തികമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചില വെടിക്കെട്ട് ഡയലോഗുകൾ എഴുതാൻ രഞ്ജു ചേട്ടന് പേടിയുണ്ടോ? പത്രം സെൻസർ കിട്ടിയത് ഡൽഹിയിൽ നിന്നാണ്. അന്ന് പ്രമോദ് മഹാജനാണ് ഇൻഫർമേഷൻ മന്ത്രി. രാവിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി ബോധിപ്പിച്ചു. വാട്ട്സ് ഹാപ്പനിങ്? കേരള മേജർ ന്യൂസ് പേപ്പേഴ്സ് ആർ അഗൈൻസ്റ്റ് ദിസ്. ന്യൂസ് പേപ്പേഴ്സ് ഷുഡ് ബി ഫൈറ്റിംഗ് ഫോർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഹൗ ക്യാൻ ദേ സ്റ്റാൻഡ് അഗൈൻസ്റ്റ് എ മൂവി ബീയിങ് റിലീസ്ഡ് today itself, and I want the certificate on my table at 5 o'clock. സെൻസർ നിയമങ്ങൾ ആദ്യമായിട്ട് ഗൈഡ് ലൈൻസ് മാറ്റിയത് തലസ്ഥാനം വന്നതിന് ശേഷം. ലേലം എന്ന് പറഞ്ഞ സിനിമയിലെ പ്ലീസ് റിമൂവ് ദാറ്റ് എൻറ്റയർ റീൽ. ഏത് നേരാതിരുവേണി അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞു. പോയി പണി നോക്കാൻ പറഞ്ഞു. സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പിളകി നടക്കുന്നത് അശാസ്യമല്ല. സെൻസർഷിപ്പിനെതിരെ ഞങ്ങളൊരു വലിയ സമരം നടത്തി. സെക്രട്ടറി മുന്നിലൂടെ മമ്മൂക്കയും മോഹൻലാലും അടക്കമുള്ള ആളുകൾ നിരന്ന ഒരു വലിയ പ്രകടനം നടത്തി. ദ എൻറ്റയർ ഇൻഡസ്ട്രി. കണിയാപുരം രാമേന്ദ്രൻ ഒരു പ്രസംഗം നടത്തി. എൻ്റെ അമ്മ നടന്നാലും ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയവൻ്റെ അമ്മ നടന്നാലും സ്ത്രീകൾ നടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ പ്രകൃതമനുസരിച്ച് ബയോളജിക്കൽ ചലനങ്ങൾ ഉണ്ടാകും. India's most affordable IAS coaching for civil service aspirants. Download IPM IAS. പടക്കുതിര സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു അജു വർഗീസ്, രഞ്ജി പണിക്കർ ആൻഡ് സിജ റോസ്. വെൽക്കം ടു ദ ഷോ. പടക്കുതിര സിനിമയുടെ ടാഗ് ലൈൻ കണ്ടപ്പോൾ എനിക്ക് രഞ്ജി ചേട്ടനെ അല്ലാതെ മറ്റൊരാളെ ആലോചിക്കാൻ സാധിച്ചില്ല. പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വേർഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഏതോ കാലത്ത് മാന്യന്മാരായ ആളുകൾ വലിയ പ്രതിഭകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഈ സിനിമയുടെ ഈ ടാഗ് ലൈൻ കണ്ടപ്പോ, കാരണം നമ്മൾ മലയാളികളെ ഞെട്ടിക്കുന്ന ഇങ്ങനെയുള്ള ഡയലോഗുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ശ്വാസം വിട് ഞാൻ ഇങ്ങനെ ചേട്ടാ മറ്റാർക്ക് ഈ ടാഗ് ലൈൻ കൊടുക്കാൻ സാധിക്കും? സത്യ സാറിന്റെ ഡയലോഗ് വീണ പറയുവാണെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പെട്ടെന്ന് അതാ ആലോചിച്ചത്. ഞാൻ ഒരു അങ്ങനെ പിടിച്ചതല്ലേ? അങ്ങനെ പിടിച്ചതല്ലേ? ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ടാഗ് ലൈൻ വളരെ മീനിങ് ഫുൾ ആണ്, റെലവെന്റും ആണ്. അതാണ് എന്നെ ഓർത്തതിന് നന്ദി. ഇനി സിജയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലേ, ഈ സിനിമയിൽ ആകെ കാണാൻ സാധിച്ച ഒരു പെൺതരി, ഇവരെല്ലാരും കൂടെ ഭയങ്കര പാമ്പറിങ് ആയിരുന്നോ? എവിടെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നെ, സത്യം പറയട്ടെ. ഇന്നിപ്പോ ഒരു സ്ത്രീ പെൺകുട്ടികളും പാമ്പറിങ് തേടി വരുന്നില്ല സെറ്റിലോട്ട് ഒരു ജോലിക്ക്. വീണ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പാമ്പറിങ് പ്രതീക്ഷ. ആണോ? സോറി, ധ്യാൻ ശ്രീനിവാസനെ വിളിക്കാം. ചേട്ടനായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് ചേട്ടൻ ആദ്യമായി മനസ്സിലാക്കിയത് ഏത് സിനിമയിലായിരുന്നു? 1947 ഇറങ്ങിയ ജീവിത നൗക. ഒരു നിമിഷം 47-ലല്ല, ജീവിത നൗക ഇറങ്ങിയത് 47-ലല്ല. ഞാൻ ചുമ്മാ തള്ളിയതാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഓം ശാന്തി ഓഷാണ്. കോമ്പിനേഷൻ ഇല്ല, പക്ഷെ ഗോദയാണ്. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിന് മുൻപും നമ്മൾ തമ്മിൽ എന്തോ ഞാൻ ഇതേപോലെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്. അപ്പം ഒരു സംസാരിക്കാൻ ഒരു കൊതി. അപ്പൊ അങ്ങനെ
വളരെ കോഡിയലായിട്ട് അല്ലെങ്കിൽ ഒരു വോം റിസപ്ഷൻ തന്നു സംസാരിക്കാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ. നമുക്കിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. മമ്മൂക്കെ എനിക്ക് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു ഷോട്ടിൽ ഞാനിങ്ങനെ എന്നാൽ ലാൽ സാറിൻ്റെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പിടിക്കാം. ചിലപ്പോൾ പറയും എന്തിനാ മനെ പിടിച്ച് വലിച്ചോട്ട് പോചെന്ന് പറയും. മറ്റേ നമുക്ക് ഞാൻ ഇപ്പോൾ പതുക്കെ പിടിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല അദ്ദേഹം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പിടിച്ചു. അപ്പം നമ്മൾ ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആയ പ്രശ്നമാവും. അതൊരു ഫിയർ വരാറുണ്ട്. സാറിനോട് തുടക്കത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്ന് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഫിയർ മാറുന്നുണ്ടല്ലോ. വെടിക്കെട്ട് ഡയലോഗുകളൊക്കെ ഇവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഇവർ പറഞ്ഞ പോലെ അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവരെ തിരുത്താനൊക്കെ ഒരു ധൈര്യക്കുറവ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആവശ്യമുള്ള എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയും. അത് കിട്ടുന്നവരെ കലഹിക്കും, കിട്ടുന്നതിന്റെ മാക്സിമം വാങ്ങിച്ചെടുക്കും. അത് ആരോട് മാത്രം ഒരു ആണല്ലേ. അങ്ങനെ നന്നായിട്ട് കലഹിക്കാൻ കഴിവുള്ള ആളാരാ? ഏറ്റവും നന്നായിട്ട് കലഹിക്കുന്ന ആള് മമ്മൂക്ക തന്നെയാണ്. പക്ഷെ അത് സോമേട്ടൻ ഭയങ്കരമായിട്ട് കലഹിക്കുന്ന ആളായിരുന്നു. അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ വാങ്ങിക്കും. അത് സ്നേഹം കൊണ്ടും കലഹം കൊണ്ടും വാശി കൊണ്ടും ഒക്കെയാണ് നമ്മൾ സാധിച്ചെടുക്കുക. പക്ഷെ അതെല്ലാം അതൊന്നും ആളുകൾ തമ്മിലുള്ള നമുക്ക് ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതറിയാം. സുരേഷ് ഗോപി ഭയങ്കരമായിട്ട് കലഹിക്കുകയും പിണങ്ങുകയും ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. സോമേട്ടൻ ഡബിങ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വിളിക്കടാ നമുക്കൊരു സിഗരറ്റ് വലിക്കാം. സോ അതൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയറിൽ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷനാണ്. ഇറ്റ്സ് ഓൾവേസ് ഫോർ ദ ഗുഡ്. ഇപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ സാറിൻ്റെ ഡയലോഗ് ഞാൻ എപ്പോഴും പറയുന്നത് കിങ്ങിലെ ഇപ്പം ഡബ്ബിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പം ഞാൻ ഇത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് റിപ്പീറ്റ് ആക്കി ഞാൻ പറയുക, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഇതെൻ്റെ ഫേസിൽ മമ്മൂക്കയുടെ വോയിസ് ഇപ്പം നമ്മൾ പണ്ടുണ്ടായിരുന്നില്ലേ, എന്താണ് ഡബ് സ്മാഷ്, അതിലാണല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നല്ല വൃത്തി ഉണ്ടാവും. തിരിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഡബ് ചെയ്തായിരുന്നു നല്ല വൃത്തികേട് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഡബിങ്ങിന്റെ എക്സാമ്പിളിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 3 വരികൾ ഇതാണ്. ചേട്ടാ, ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന പടക്കുതിരകളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാണ്? നമ്മൾ ഒരു 10 പേര് നിൽക്കുന്നിടത്തും അജുവിനെ ശ്രദ്ധിക്കുന്ന ഒരു തരം സ്ക്രീൻ പ്രസൻസ്, ആ മാജിക് അജുവിനുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ, നമ്മളെല്ലാവരുടെ ഒരു പുകഴ്ത്തൽ സെഷൻ പോലെ ഉണ്ട്. എല്ലാവരും അപ്പുറത്തിരിക്കുന്ന ആള് ഞങ്ങൾ ഇത്ര നേരം അങ്ങോട്ട് സംസാരിച്ച അങ്ങനല്ലല്ലോ. ഇല്ല, ഇതൊരു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞങ്ങളത് വെളിയിൽ നിന്ന് തീരുമാനിച്ചിട്ട് വന്നതാണ്. നമ്മൾ തീരുമാനിച്ചു. കാരണം ഈ ഇന്റർവ്യൂവിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ തീരുമാനിച്ചു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും. കാരണം നമ്മളെ അത്ര വിലയുള്ള ഒരാളല്ല അവിടെ. അല്ലെങ്കിൽ എനിക്ക് സൈബർ ബുള്ളിങ് കൊണ്ട് നിൽക്കാൻ വയ്യ, ഇനി എന്നെ കൊല്ലും. പണി നിർത്തുവോ അല്ലേ? ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം ഈ പരിപാടി നിർത്തുക എന്നുള്ളതാണ്. വീണ ഈ ജോലി നിർത്തണോ വേണ്ടയോ? യെസ് ഓർ നോ കമന്റ്. ഞാൻ നോ എസ് എന്ന് പറഞ്ഞിട്ടാ. ഗോതയില് സാറ് ഞങ്ങൾ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊട്ടിക്കാണല്ലോ നമ്മുടെ ക്ലബ്ബ്. സാറ് വന്ന് വേറെ ഒന്നുമില്ല, സാറ് വന്നിരുന്ന് കളി കാണുക. അപ്പൊ ഹരീഷേട്ടൻ വന്നിട്ട് ഇതേപോലെ ഓടി വന്നിട്ട് ഇങ്ങനെ നിന്ന് ഒന്ന് നോക്കും, എന്നിട്ട് പുള്ളി മാറും. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാനിവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്തെന്ന് മനസ്സിലായില്ല. വീണയോ? എന്താ പറഞ്ഞു തരണേന്ന് ഞാൻ ആലോചിക്കുക. ഈ പടക്കുതിര സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര എന്താ പറയാ ലെഗസി ഉള്ള ഒരു അച്ഛന്റെ തലതെറിച്ച ഒരു മകൻ ഉണ്ടാക്കുന്ന കുറെ കുഴപ്പങ്ങളാണ്. ഈ തലതെറിച്ച മകൻ ആരാ അതിനകത്ത്? ഓ, ചേട്ടൻ തന്നെയാണല്ലോ. ഞാൻ വിചാരിച്ചിപ്പോ രഞ്ജി ചേട്ടൻ എങ്ങനെയാണോ? അതാണ് കുഴപ്പം. അതാണ് തല തെറിച്ചതും തല തിരിഞ്ഞതും തമ്മിൽ വലിയ ദൂരമില്ല. മനസ്സിലായില്ലേ? തല തിരിഞ്ഞ ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ രണ്ടുപേരില് ചൂണ്ടിപ്പിടിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അടുത്ത തവണ ഞാൻ കുറച്ച് ഡയലോഗുകളൊക്കെ എഴുതി പഠിച്ചിട്ട് വരുന്നുണ്ട്. ചെയ്യും. നടക്കുന്ന കാര്യം അതോടുകൂടി ചില കാര്യങ്ങൾ സ്വയം ബോധ്യമാവും. എന്താണ് എഴുതാൻ പേപ്പറും പെയിൻ എടുക്കുമ്പോൾ സ്വയം ബോധ്യമാവും. അയ്യോ, എനിക്ക് എഴുത്തും അറിയില്ല, ഞാൻ പണ്ടേ എഴുതേണ്ടതായിരുന്നു. ഏറ്റവും കൂടുതൽ പണ്ടേ എഴുതിയിരുന്നെങ്കിൽ പണ്ടേ ഇതും കഴിഞ്ഞു പോയെന്നുള്ളതാണ്. എനിക്ക് ഇതിന്റെ കുഴപ്പമായിരുന്നു.
അങ്ങനെ ഏറ്റവും കൂടുതൽ തോന്നിയ ഏത് ഇന്റർവ്യൂലാണ് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളത്? ഇത് ഈ നടുക്കിരിക്കണ മനുഷ്യനെ കൊണ്ടൊരു രക്ഷയില്ല. ഇതിലേക്ക് എങ്ങനെയാണ് രഞ്ജി ചേട്ടൻ വന്നു പെട്ടത്? ഡയറക്ടർ വിളിച്ചു. അതൊക്കെ ഭയങ്കര നിഗൂഢവും ദുരൂഹവുമായ സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്ന എനിക്കൊന്ന് സാറിന്റെ ഏറ്റവും നെഗറ്റീവ് വേഷങ്ങൾ ഒരെണ്ണമായിരിക്കും. വെറുതെ എനിക്ക് മനസ്സിലാവും ചേട്ടാ, നമ്മൾ ഏതാണോ സിനിമ ചെയ്യുന്നത് ആ സിനിമയുടെ ഒരു മോഡായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഏത് സിനിമയുടെ മോഡൽ? ഞാനല്ലേ അതല്ല, ആ സിനിമ ഇന്ന് വരെ ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിയും ബോധമുള്ള ഒരാൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബുദ്ധിയും ബോധമുള്ള ഒരാൾക്ക് ഈ ജോണർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ചേട്ടാ പറ്റില്ല. കൊല്ലാതെ വിടാൻ പറ്റുമോ ചേട്ടാ? വീണയുടെ മുഖത്തെ ഈ ചിരി മാറ്റിയ കട്ട് ചെയ്യണോ? പടക്കുതിരയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോള് നിങ്ങളിൽ ആർക്കായിരുന്നു ചെയ്യേണ്ടി? ഞങ്ങൾക്ക് ആർക്കുമല്ല, പ്രൊഡ്യൂസർക്കായിരുന്നു. ഒരു സംശയം വീണ ശരിക്കും ഇപ്പൊ ഈ കാലത്തിന്റെ റെപ്രസെന്റേഷൻ ശരിക്കുള്ള വീണ ഇതല്ല, എവിടെയോ ചേട്ടൻ എന്താണോ കഴിച്ചിട്ടിറങ്ങിയത് എനിക്കിട്ട് മാത്രമാണ് കിട്ടുന്നത്. ഈ രഞ്ജി ചേട്ടന്റെ ഡയലോഗുകൾ എനിക്കറിയാം. രഞ്ജി ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളത് കിങ്ങിലെ മേഖല വില്ലേക്ക് ഡയലോഗുകളാണെന്ന് അറിയാം. പക്ഷെ സ്വയം ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഡയലോഗ് ഏതായിരിക്കും? ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന്, പ്രേമത്തിലെ ഡോണ്ട് യു ബ്ലഡി ട്രൈ ടു ട്രബിൾ മീ എവർ അഗെയിൻ ഫോർ സച്ച് സില്ലി. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ്. ചേട്ടൻ സ്വയം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഡയലോഗ് ഏതായിരിക്കും? അത് ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഭരചന്ദ്രനിലെ കമ്മീഷനിലെ ഡയലോഗുകളുണ്ട്, മോഹൻ തോമസിൻ്റെ മറ്റേ കിങ്ങിലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോൾ, നേരാതിരുമേനി, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള രഞ്ജി ചേട്ടന്റെ ഒരു ഡയലോഗ് ഏതാണ്? മൈ ഓൾ ടൈം ഫേവറേറ്റ് കിങ്. അത് ഒരു അന്ന് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യങ്ങൾ ഒരെണ്ണമായിരുന്നു. സാറിന്റെ സിനിമകളിൽ പാട്ടില്ല. ഓ, അങ്ങനെ ഒരു കാര്യം ഞാൻ വളരെ കുറവാണ്. ഇപ്പൊ കിങ്ങിൽ പാട്ടുണ്ടോ? കമ്മീഷണറിലുണ്ടോ? ഏകലവിലുണ്ട്, തലസ്ഥാനത്തിൽ ഒരു പാട്ടുണ്ട്. പക്ഷെ ചേട്ടാ, ഇപ്പൊ ചില ഡയലോഗുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ചില അങ്ങനെയുള്ള ചില വെടിക്കെട്ട് ഡയലോഗുകൾ എഴുതാൻ രഞ്ജി ചേട്ടന് പേടിയുണ്ടോ? പൊളിറ്റിക്കലി കറക്റ്റ് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പേടിക്കാം. എനിക്കറിയില്ല. ചോദ്യം ചോദിക്കാം. അല്ലേ, പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോന്ന് അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്. വീണ ചോദിച്ചു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നുള്ള, അപ്പൊ അത് എന്താണെന്ന് പറയേണ്ട ഉത്തരവാദിത്തല്ലേ? വീട് എനിക്ക് തോന്നുന്നു ഏറി പോകുന്നു. എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ കാര്യം. പബ്ലിഷ് ചെയ്യണോന്ന് രണ്ടോട് ആലോചിക്കട്ടെ. പൊതുവെ വിവാദങ്ങളിലൊന്നും പോകാത്ത താരങ്ങളാണ് നിങ്ങൾ എല്ലാവരും. വിവാദങ്ങളിൽ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് എപ്പോഴെങ്കിലും ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? അതുകൊണ്ട് പരമാവധി അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി നിർത്തുന്ന ആളുകളാണോ? നമ്മളുടെ സ്റ്റേറ്റ്മെന്റുകളിലല്ലല്ലോ വിവാദം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പലപ്പോഴും ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും അതാത് കാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പത്രം സെൻസർ കിട്ടിയത് ഡൽഹിയിൽ നിന്നാണ് സാർ. ഡൽഹിയിൽ നിന്ന് മിനിസ്ട്രി ലെവലിലൊക്കെ പോയിട്ടുണ്ട്. സെൻസർ നിയമങ്ങൾ ആദ്യമായിട്ട് ഗൈഡ് ലൈൻസ് മാറ്റിയത് തലസ്ഥാനം വന്നതിന് ശേഷമാണ്. കമ്മീഷൻ വന്നതോടുകൂടി രണ്ടാമത് മാറ്റി. കിങ് വന്നപ്പോൾ വീണ്ടും മാറ്റി. ഗൈഡ് ലൈൻസ് മാറും ഓരോ തവണ. പത്രം വന്നപ്പോൾ വീണ്ടും ഗൈഡ് ലൈൻസ് മാറ്റി. ഇപ്പോൾ കമ്മീഷൻ വന്നു കഴിഞ്ഞിട്ടാണ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മോശമായ പരാമർശങ്ങളോ മോശപ്പെട്ട കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുന്നതോ അനുവദനീയമല്ല. ഏതോ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പിളകി നടക്കുന്നത് അശാസ്യമല്ല. അപ്പോൾ അന്ന് സിനിമ സെൻസർഷിപ്പിനെതിരെ ഞങ്ങളൊരു വലിയ സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ മമ്മൂക്കയും മോഹൻലാലും അടക്കമുള്ള ആളുകളും നിരന്ന ഒരു വലിയ പ്രകടനം നടത്തി. ദ എൻറ്റയർ ഇൻഡസ്ട്രി. അന്ന് 95 ശേഷം അന്ന് കണിയാപുരം രാമേന്ദ്രൻ ഒരു പ്രസംഗം നടത്തി. ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയവൻ്റെ അമ്മ നടന്നാലും സ്ത്രീകൾ നടക്കുമ്പോൾ പുരുഷന്മാർ നടക്കുന്നത് പോലെയല്ല, ഇടുപ്പിളകും. അങ്ങനെയാണ് സ്ത്രീകളുടെ ശരീരഘടന ഉണ്ടായിരിക്കുന്നത്. അത് എൻ്റെ അമ്മ നടന്നാലും ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയവൻ്റെ അമ്മ നടന്നാലും സ്ത്രീകൾ നടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ പ്രകൃതമനുസരിച്ച് ബയോളജിക്കൽ ചലനങ്ങൾ ഉണ്ടാകും എന്ന് പ്രസംഗിച്ചു. സെൻസർ ഓഫീസിൻ്റെ മുന്നിൽ, റീജിയണൽ സെൻസർ ഓഫീസിൻ്റെ മുന്നിൽ. അതൊക്കെ അക്കാലത്ത് വലിയ വിവാദങ്ങളാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ എല്ലാ സിനിമകളും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് സെൻസർ ചെയ്തിട്ടുള്ള ആ കാലങ്ങളിൽ.
ഒരുപാട് ഫൈറ്റ്, 1-2 മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാണ്. ലേലം എന്ന് പറയുന്ന സിനിമയിലെ പ്ലീസ് റിമൂവ് ദാറ്റ് എൻറ്റയർ റീൽ, ഏത് നേരാതിരുവേണി. അപ്പോൾ ആ സിനിമ പിന്നെ എന്താ ഉള്ളത് ബാലൻസ്? പള്ളിയിലെ ബിഷപ്പിനെ പറയുന്നത് അത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞു. പോയി പണി നോക്കാൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്തു, ഒരു കട്ട് പോലും പറ്റില്ല എന്ന് പറഞ്ഞു, കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു, അവസാനം സമ്മതിച്ചു. അത് സഭാ നേതൃത്വങ്ങളെ ആക്ഷേപിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സഭാ നേതൃത്വങ്ങളോട് കമ്മിറ്റ്മെൻറ്റ്? സെൻസർഷിപ്പിൻ്റെ ഗൈഡ് ലൈൻസിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് നിരക്കുന്നതാണോ? ഈ രാജ്യത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് കോടതിയിൽ പോയിട്ട് സാധിച്ചെടുക്കും. ആ ഫൈറ്റിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ എഴുതാൻ തയ്യാറാവുന്നത് പറഞ്ഞു. ഓ മൈ ഗോഡ്. പത്രം സിനിമ ഇവിടെ സെൻസർ ചെയ്തില്ല. സെൻസർ ഷോ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോയി, ഒന്നും ചെയ്തില്ല. പേടിച്ചിട്ടായിരിക്കും. തയ്യാറായില്ല. അപ്പം ഞാൻ തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞു, നമ്മൾ ഫീസ് കെട്ടിയിട്ടാണ് സെൻസർ ചെയ്യുന്നത്, നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് റീജിയണൽ ബോർഡ് ആ പടം സെൻസർ ചെയ്യുന്നില്ല, മദ്രാസിലെ അയക്കാമെന്ന് പറഞ്ഞു. മദ്രാസിൽ അയച്ചു. പിന്നെ അവിടുന്ന് ഡൽഹിക്ക് പോയി. അന്ന് ആശാ പരേഖാണ് സെൻസർ നാഷണൽ ബോർഡിൻ്റെ ചെയർപേഴ്സൺ. അവർ പറഞ്ഞു, ഈ പടം സെൻസർ ചെയ്യില്ല എന്ന് പറഞ്ഞു. സെൻസർ ചെയ്യില്ല, ഈ പടം സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് ആ സിനിമയ്ക്കെതിരെ വലിയ പരാതികൾ സിനിമ റിലീസാവുന്നതിന് മുൻപേ കേരളത്തിലെ അന്നത്തെ പ്രസ് അക്കാദമി അടക്കം, അന്ന് മീഡിയ അക്കാദമി അല്ല പ്രസ് അക്കാദമിയാണ്, ഈ സിനിമ സെൻസർ ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വിലയിടിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമുണ്ടാക്കും. അതുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്തു. അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിലകൊള്ളുന്ന, അതിൽ ത്രൈവ് ചെയ്യുന്ന മാധ്യമങ്ങളും ഈ സിനിമ റിലീസ് ചെയ്യുക, എല്ലാ മാധ്യമങ്ങളും അല്ല, അന്നത്തെ കാലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ കാര്യമാണ്. പ്രസ് അക്കാദമി ഔദ്യോഗികമായിട്ട് ടെലിഗ്രാം അയക്കുകയും ഫാക്സിൽ കത്തയക്കുകയും ചെയ്തു. അപ്പോൾ ആശാ പരേഖ പേടിച്ചു പോയി. അവർക്ക് കേരളത്തിലെ പൊളിറ്റിക്സും മീഡിയ ഇൻഫ്ലുവൻസും ഒന്നും അറിയില്ലല്ലോ. അവർ വിചാരിച്ചത് എന്തോ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അന്ന് പ്രമോദ് മഹാജനാണ് ഇൻഫർമേഷൻ മന്ത്രി. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു താല്പര്യം എടുത്തുകൊണ്ട് രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി ബോധിപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, വാട്ട്സ് ഹാപ്പനിങ്, വൈ ദിസ് ഇസ് നോട്ട് ബീയിങ് സെൻസേർഡ്? നോ, ദ കേരള മേജർ ന്യൂസ് പേപ്പേഴ്സ് ആർ അഗൻസ്റ്റ് ദിസ്. Newspapers should be fighting for freedom of expression. How can they stand against a movie being released? If it's exposing them, let them get exposed. I want this film to be certified today itself, and I want the certificate on my table at 5 o'clock this evening. അന്ന് പ്രമോദ് മഹാജൻ എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അത് ഏതോ കാലത്ത് സുപ്രീം കോടതിയിലും അങ്ങനെ ഒരു ലീഗൽ ബാറ്റിലേക്ക് അത് പോകും. അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കും? ഇറ്റ് ടേക്സ് ടൈം. കേരളത്തെ ഇളക്കി മറിച്ച ഒരു സിനിമ അത് റിലീസാവാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയല്ലേ. ഞാൻ ഇപ്പൊ ആലോചിച്ചതേ, ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു ഇന്റർവ്യൂവിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിപരമായിട്ട് അങ്ങനെ ഒരു മുതിർന്ന ഒരാളെന്ന് തോന്നുന്നില്ലെങ്കിലും ആത്യന്തികമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. ആദ്യമായിട്ടാ എന്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അല്ല, അത്രയും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ഡാമേജിനെ നമുക്ക് നികത്താൻ പറ്റത്തില്ല. എല്ലാവരും സ്പിരിറ്റ് കണ്ടാ സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അച്ഛൻ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്? ഒരു ഉപദേശവുമില്ല. അയാളുടെ സിനിമ എഴുതട്ടെ. അയാളുടെ അച്ഛൻ രഞ്ജി പണിക്കരാണ് എന്നുള്ളത് ഒരു കാരണവശാലും അയാളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് അയാളോടും. അയാളത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അയാൾ ഞാൻ എഴുതുന്ന പോലെ സിനിമ എഴുതാൻ ശ്രമിക്കുന്ന ആളെയല്ല. അയാൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ സിനിമ എഴുതുന്ന ആളാണ്. അവനവൻ്റെ സിനിമ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ടുള്ളത്. ചേട്ടാ, എപ്പോഴെങ്കിലും ഏതെങ്കിലും കഥാപാത്രമേ നമ്മളിങ്ങനെ സിനിമയോട് ഭയങ്കരമായിട്ട് അങ്ങ് ചേർന്ന് പോയതുകൊണ്ട് ആ കഥാപാത്രമായി മാറുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ വന്നിട്ടില്ല. വന്നാൽ എനിക്ക് തോന്നുന്നുമില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയല്ല, ഒരാളുടെ ഒരു അഭിനയ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാകുമ്പോഴാണ് അയാളും അത് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ സായികുമാർ റാംജിറാവിൽ അഭിനയിക്കുമ്പോൾ സായികുമാർ ഒരു കംപ്ലീറ്റ് അതുവരെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ്റെ എല്ലാ ഭാവ പ്രകടനങ്ങളോടും കൂടിയാണ് അഭിനയിച്ചത്.
സായികുമാർ ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു ഇന്ന് കണ്ടാൽ? അത് ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ഇറ്റ്സ് പോസിബിൾ, അത് അങ്ങനെ സംഭവിക്കുകയാണ്. ഒരാൾ കണക്ക് കൂട്ടി ഞാൻ ഇത്തവണ അങ്ങനെ ചെയ്തു കളയുമെന്നൊന്നും വിചാരിച്ചാൽ സംഭവിക്കണമെന്നില്ല. വിജയ് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് എപ്പോഴും സിനിമയിൽ നിൽക്കുന്നില്ല, ഇടയ്ക്ക് ഒരു ഡിസപ്പിയർ ആകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? സിനിമകൾ തേടി വരാത്തതുകൊണ്ടാണോ? സിനിമകൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകാത്തത് കൊണ്ടാണോ? എനിക്ക് ഇവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ എടുക്കൂല ഫോർ ഷുവർ. പക്ഷേ ആ സമയത്ത് എനിക്ക് തമിഴിൽ ഞാൻ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ടൈം ഫ്രെയിമിൽ ഞാൻ കുറച്ചും കൂടി തമിഴിലാണ് ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും പടക്കുതിരയെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണ് നിങ്ങൾ ഓരോരുത്തർക്കും? എനിക്ക് ആ സലോൺ സാറിൻ്റെയും ശ്രീജിത്തും ചേട്ടൻ്റെയും ബിനി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് മൂന്നുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അവരുടെ ഒരു ആഗ്രഹം ആണല്ലോ ഞങ്ങളിലൂടെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നടന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. ഈ സിനിമയുടെ സംവിധായകന് സിനിമയോട് ഭയങ്കരമായൊരു പാഷനുള്ള ആളാണ്. അദ്ദേഹം ചെയ്തൊരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഞെട്ടിക്കുന്ന ഷോർട്ട് ഫിലിമാണ്. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അത് പുറത്ത് വിട്ടിട്ടില്ല. അത് അത്യാവശ്യം ഇൻ്റർനാഷണലുള്ള എല്ലാ ഫെസ്റ്റിവൽസിലും എത്തിക്കാനുള്ള റൂട്ടുകളും ഞാൻ പറഞ്ഞു കൊടുത്തു, പ്രഷർ ചെയ്യാറുണ്ട്. നമ്മൾ ഞെട്ടിപ്പോയി ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ. അദ്ദേഹം പടക്കുതിരയിലൂടെ ഒരു തുടക്കമാവട്ടെ. ഏതായാലും പടക്കുതിരയ്ക്ക് എല്ലാവിധ ആശംസകളും. അല്പം വൈകിയാണെങ്കിൽ എന്നിലെ ആ ജീനിയസിനെ തിരിച്ചറിഞ്ഞ രഞ്ജി ചേട്ടനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവരോടും കൂടി നന്ദി പറഞ്ഞു. അവരോടും പണ്ടേ നന്ദി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. യുനോ ആ ചോദ്യം നമ്മൾ എൻഡ് ചെയ്യുമ്പോഴും ചോദിക്കുന്നു, വീണ ഈ ജോലി തുടരണോ വേണ്ടയോ? വാല്യുബിൾ കമന്റ്. താളവട്ടം എന്ന് പറയുന്ന സിനിമ കൊണ്ട് നിറയട്ടെ. താളവട്ടം 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. താളവട്ടം മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എല്ലാവരും എന്തെങ്കിലും കമന്റ് എടുക്കുക, ഈ ഇന്റർവ്യൂവിനെ പരമാവധി വൈറലാക്കുക. എന്തായാലും പടക്കുതിര നന്നാവട്ടെ. അതെ, പടക്കുതിര നന്നാവട്ടെ, എന്റെ ചാനൽ നന്നാവട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. India's most affordable IAS coaching for civil service aspirants. Download IPM IAS.